നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതെ, എന്താ വേണ്ടേ? അത് ഞാൻ ഓർഡർ തന്നിരുന്നു, അക്ഷരഹാരം. അതെന്തായി? ഹാരം റെഡിയാകുമ്പോ അമ്പലത്തിൽ കൊടുക്കാനല്ലേ സാറ് പറഞ്ഞത്? അതെ, അത് അന്ന് തന്നെ കൊടുത്തല്ലോ. മതി, അത് മതി. ആ കുട്ടിയില്ലേ? ഏത് കുട്ടിയാ? ഇവിടെയുള്ള ആ കുട്ടി, ദേവുട്ടി. അവളില്ല, അവള് പുറത്തോട്ട് പോയിരിക്കുക. എപ്പോ വരും? എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. ആ കുട്ടിയുടെ സൗകര്യം പോലെ വരും. ശരി, ഞാൻ കണ്ടോളാം. അതെ, ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട് ആ കുട്ടിക്ക്. വേറെ വിചാരം ഒന്നും വേണ്ട. എനിക്കും ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്. സമയം ഒത്തു വന്നാൽ അവര് വരും. ചിലത് ചോദിക്കും, മറ്റു ചിലത് പറയും. ശരി, ദേവൂട്ടിയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. കാണാൻ വർക്കത്തുണ്ട്, പക്ഷെ നാടും വീടും ഒന്നും അറിയാതെ 2 ദിവസം കഴിയുമ്പോ പൊടിയും തട്ടിപ്പോവും. ദേവിയുടെ അപദാനങ്ങളെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എങ്കിൽ ചോദിക്കാം. ഞങ്ങൾക്കൊന്നും ചോദിക്കാനില്ല, അങ്ങ് പറയൂ, ഞങ്ങൾ കേൾക്കാം. അപ്പോൾ ആർക്കും ചോദ്യങ്ങളില്ല? എനിക്ക് ചോദിക്കാനുണ്ട്. മിടുക്കൻ. എന്താണ് അറിയേണ്ടത്? എനിക്ക് ഈ കുടജാദ്രി മലയെക്കുറിച്ച് അറിയണം. മരണത്തിന്റെ വായിലേക്ക് വീണ എന്നെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് ആ മലയാണ്. അനിയന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ആ മലയല്ല, ആ മലയുടെ എല്ലാം അധിപതിയായ അമ്മയാണ്, മൂകാംബികാ ദേവിയാണ്. എന്നുവച്ച് കുടജാദ്രിക്ക് പ്രാധാന്യമില്ലെന്നല്ല. അതാണ് എനിക്കറിയേണ്ടത്, കുടജാദ്രിയുടെ പ്രാധാന്യം. കുടകപ്പാലകൾ പൂത്തുലയുന്ന അതിവിശിഷ്ടമായ പുണ്യഭൂമിയാണ് കുടജാദ്രി. സൗപർണികയിൽ മുങ്ങിക്കുളിച്ച് മൂകാംബിക അമ്മയെ തൊഴുതു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് കുടജാദ്രി യാത്രയാണ്. അതിന് പ്രത്യേകിച്ച് വ്യവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ? വ്യവസ്ഥകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ വ്യവസ്ഥകൾ പാലിച്ചാൽ അത് പുണ്യമാണ്. അപ്പോ വ്യവസ്ഥകൾ ഉണ്ടെന്നല്ലേ? അല്ലല്ല, ഒന്നും നിർബന്ധിക്കപ്പെടുന്നില്ല. സമയബോധം മറന്ന് മാർഗവും ലക്ഷ്യവും മനസ്സിൽ കുറിച്ച് എപ്പോഴെത്തും എപ്പോൾ മടങ്ങും എന്നുള്ള വിചാരങ്ങളില്ലാതെ മനസ്സിൽ നിന്ന് ദേവിയെ ഒഴികെ മറ്റെല്ലാം പുറന്തള്ളിയ ഒരു യാത്ര. അതാണ് കുടജാദ്രി മലകയറ്റത്തിന്റെ പൂർണ്ണ സ്വരൂപം. നഗ്നപാതനായി കാലിൽ തറയ്ക്കുന്ന കല്ലുകളുടെ വേദന മറന്ന് നടന്നെത്തുന്നത് അമ്മയുടെ ആദിമൂല സ്ഥാനത്താണ്. അവിടെ തൊഴുതു മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ എത്തുന്നത് അഗസ്ത്യ തീർത്ഥത്തിലാണ്. കുളിരുന്ന ആ അഗസ്ത്യതീർത്ഥം തലയിലേറ്റു വാങ്ങുമ്പോൾ എല്ലാ പാപങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാവുന്നു.